എനിക്ക് ഇവിടെ വന്നിട്ട് ഫീൽ ആയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് ആണേലും എനിക്കിപ്പോൾ അറിയാവുന്നവരും UK യിലുള്ളവരൊക്കെ ആണേലും ഇവരാദ്യം പഠിക്കും, എന്നിട്ട് PSWയിൽ കയറിയിട്ട് ഇപ്പോൾ മീൻസ് ഒരു നല്ല സാലറി ഉള്ള ഒരു ജോബ്, ഇപ്പോൾ ഈവൻ ഇപ്പോൾ വെയർ ഹൗസോ കെയറോമോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ടെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. കണ്ടിന്യൂ ചെയ്ത് പോയേച്ചും ഇവരൊരു 1-1.5 വർഷം ആകുമ്പോഴത്തേക്കും അതുവരെ ഹോൾഡ് ചെയ്യും. വേറൊരു ഓഫീസ് ജോലി ചെയ്യത്തില്ല, വേറെ ഒന്ന് അപ്ലൈ ചെയ്യില്ല, ഒന്നും ട്രൈ ചെയ്യത്തില്ല. ഇപ്പോൾ ഈവൻ IT-യിലാണേലും ഇവിടെ വരുന്നവരാണേൽ ഈ ഫ്രഷേഴ്സിന് ജോലി കിട്ടാൻ പാടാകുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ അപ്പോൾ ചിലർക്ക് പറയും സർട്ടിഫിക്കേഷൻസ് എടുത്താൽ മതി, അത് വെച്ചിട്ട് അപ്ലൈ ചെയ്താൽ മതി എന്ന് പറയും. അതുപോലും ശ്രമിക്കാതെ വിസ തീരാൻ 6 മാസം ഉള്ളപ്പോഴത്തേക്കും എന്താ അപ്ലൈ ചെയ്ത് തുടങ്ങും. അങ്ങനെ പ്രശ്നം വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ വിസ തീരാറാകുമ്പോഴത്തേക്കും നമുക്ക് മിക്ക കമ്പനിയും നമുക്ക് ജോബ് തരത്തില്ല. കാരണം ചിലയിടത്ത് പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. പ്രൊബേഷൻ പീരീഡിൽ നമ്മുടെ വർക്ക് എന്താണെന്ന് വെച്ചിട്ടായിരിക്കും ചിലർ സ്പോൺസർഷിപ്പ് തരുന്നത്. അപ്പോൾ മാക്സിമം ഈ നമ്മൾ PSWയിലാവുമ്പോഴേക്കും ജോലി കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? എന്താന്ന് വെച്ചാൽ ജോലി കണ്ടുപിടിക്കണം. അപ്പം എന്തെങ്കിലും സ്പോൺസർഷിപ്പിനെ കുറിച്ച് ആദ്യമേ ചിന്തിക്കണം. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ജാനിൽ വന്നിട്ട് എനിക്കൊരു സെപ്റ്റംബറിലാണ് പ്ലേസ്മെന്റിന് കയറിയത്. ഞാൻ ഫെബ്രുവരി തൊട്ട് റെസ്യൂമും ചെയ്ത് അപ്ലൈ ചെയ്ത് തുടങ്ങിയതാ. വന്ന വർഷം ഞാൻ ഫെബ്രുവരിയിൽ. കാരണം എനിക്ക് പേടിയായി, എനിക്ക് പ്രിപ്പറേഷൻ ഇല്ലാതെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കൊരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ പ്രിപ്പറേഷൻ ഇല്ലല്ലോ. അപ്പം ഞാൻ അന്നേ പ്രിപ്പയർ ചെയ്തോണ്ട് അന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ 1 മാസം പോലും അതിനുശേഷം വെറുതെ നിന്നിട്ടില്ല ജോബില്ലാതെ. അതെല്ലാം പ്രിപ്പറേഷനാ. പക്ഷെ ആരും അത് ചെയ്യത്തില്ല. ആരും ഇപ്പോൾ വെയർ ഹൗസിൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു ആമസോൺ വെയർ ഹൗസ് ആണെന്ന് വെച്ചോ, ഞാനൊരു എക്സാമ്പിൾ പറയുക. ഒരു ഓവർ ടൈം ഒക്കെ ചെയ്താൽ ഒരു വീക്കിലി ഒരു 800 പൗണ്ട്സോ ഒക്കെ കിട്ടും. നാട്ടിൽ 80,000 രൂപയാണ് കിട്ടുന്നത്. അവർക്ക് ആ സാലറി കിട്ടുമ്പോൾ അത് സ്വർഗ്ഗമാണ്. അവർ വേറൊരു ജോലി നോക്കത്തില്ല. കാരണം ഒരു ഓഫീസ് ജോലിക്ക് ചിലപ്പോൾ അവർക്ക് ഫസ്റ്റ് കിട്ടുന്നത് 24,000 ആയിരിക്കും സാലറി. ആ 24-25 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആരും അത് നോക്കത്തില്ല. ഓക്കെ, PSWയിലായി, നമുക്ക് കടം തീർക്കാം, ആദ്യം വെയർ ഹൗസിൽ കയറി കുറെ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത് നോക്കും. പക്ഷെ എന്താ, ഫ്യൂച്ചർ പോവും. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഒന്നും കിട്ടത്തില്ല. റൂള് മാറി. April 4 അവിടുത്തെ റൂള് മാറിയേ. അതിനുശേഷം 38,500 ആയി. സ്റ്റുഡൻസിനാണെങ്കിൽ 31 എന്തോ ആണ് സ്റ്റുഡൻസിനായി. അതിനു മുന്നേ എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നവരെ അത് വെറും 23-24 അങ്ങനെ എന്തോ സാലറി ആയിരുന്നു. അപ്പൊ അതിന് മുന്നേ കിട്ടിയവർക്കാണ് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് എനിക്കിവിടെ അർച്ചനനെ മാത്രമേ അറിയാവുന്നു. വലുതായിട്ട് എനിക്ക് തോന്നുന്നു ആർക്കും കിട്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതോട്